ഞാൻ മാത്രമാണോ മേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പറയുന്നതായിട്ട്? തേക്കപ്പെട്ട സുന്ദരി. I just want to know where do these people get the inspiration for these kind of names? തേക്കപ്പെട്ട ദാമോദരൻ പിള്ളൈ സുന്ദരി. Makes sense. Shalini Unnikrishnan is not as bad as Thekumutil Insurance. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും പ്രതികരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പരം സുന്ദരി എന്ന സിനിമയിലെ മലയാളിയായിട്ടുള്ള നായികയായിട്ടുള്ള ജാൻവി കപൂറിന്റെ കാസ്റ്റിംഗ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അന്യഭാഷാ സിനിമകൾ മലയാളത്തെയും മലയാളി കഥാപാത്രങ്ങളെയും വളരെ ലാഘവത്തോടെയാണ് എടുക്കുന്നത് എന്നത്. കഴിഞ്ഞ വർഷം അനിരുദ്ധ് മനസ്സിലായോ എന്നൊരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാമ്പറ കഥകൾ പുള്ളി പുറത്തുവിട്ടപ്പോഴാണ് അവർ വിചാരിച്ചിട്ടുള്ളത് ആ പാട്ട് മൊത്തം മലയാളമാണെന്നത് നമുക്ക് മനസ്സിലായത്. മലയാളികൾ വിചാരിച്ചത് മനസ്സിലായോ എന്നത് മാത്രമാണ് ആ പാട്ടിലെ മലയാളം എന്നായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്ദു റെബേക്ക വർഗീസിന്റെ മുകുണ്ടേ മുകുണ്ടേ ചേട്ടാ 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 വെറുപ്പിക്കലും കേട്ടു. ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മലയാളികൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷ പഠിച്ച് ആ നാട്ടുകാരുമായിട്ട് ആ ഭാഷയിൽ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു വിഭാഗമാണ്. സംസാരിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഭാഷ തന്നെയാണ് മലയാളം. അത്രയും കട്ടിയുള്ള ഭാഷ പറയാൻ പഠിച്ചതുകൊണ്ടായിരിക്കണം നമ്മുടെ ഇവിടെയുള്ള അഭിനേതാക്കൾ പലരും മറ്റു ഭാഷകളിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊരു കേരള സ്ലാങ് പറച്ചിലിൽ വരുമെങ്കിലും നല്ല രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഡയലോഗുകൾ പറയാൻ അവർക്ക് സാധിക്കാറുണ്ട്. സലാറിന്റെ എല്ലാ പതിപ്പിലും ഡബ്ബ് ചെയ്ത വ്യക്തിയാണ് പൃഥ്വിരാജ്. റോഷൻ മാത്യുവും പാർവതി തിരുവോത്തും ഒക്കെ തമിഴിലും ഹിന്ദിയിലും ഒക്കെ സ്വന്തം ശബ്ദം ഉപയോഗിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ തമിഴിലും ഹിന്ദിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ അടക്കം നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് അഭിനേതാക്കൾ സ്വന്തമായിട്ട് ഡബ്ബ് ചെയ്തുകൊണ്ട് മറ്റ് ഭാഷകളിൽ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മലയാളി ഹിന്ദി പറയുന്നു എന്ന് പറയുന്നത് പോലെ ഒരു സംഭവം ചില പെർഫോമൻസുകളിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ആ ഭാഷയെ കൊല വിളിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടെയുള്ള നടീനടന്മാർ പോയിട്ടില്ല. ഇപ്പോൾ ഇന്റർനെറ്റിൽ കാര്യമായിട്ട് ചർച്ചയാകുന്ന പരം സുന്ദരി വിവാദം, അത് കാരണം ഇപ്പോൾ ആ സിനിമയുടെ നിർമ്മാതാക്കൾ ഇൻഫ്ലുവൻസർമാർക്കൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്ന അവസ്ഥയാണ്. ഇത് ബോളിവുഡ് ചെയ്യാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല, വികലമായിട്ട് മലയാളമോ മറ്റേതെങ്കിലും സൗത്ത് ഇന്ത്യൻ ഭാഷയോ സ്ക്രീനിൽ കാണിക്കുക എന്ന പരിപാടി. ഏറ്റവും അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള ഐക്കോണിക് ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മളെല്ലാവർക്കും അറിയുന്ന ശാലിനി ഉണ്ണികൃഷ്ണനാണ്. അതിൻ്റെ മുന്നേ ചെന്നൈ എക്സ്പ്രസ്സിലെ മീനമ്മ ഉണ്ടായിരുന്നു. ആ പടം പിന്നെ ഒരു പരിധിവരെ ക്ഷമിക്കാം, കാരണം രോഹിത് ഷെട്ടി ആ സിനിമ ഒരുക്കിയിട്ടുള്ളത് തന്നെ ഒരു കാരിക്കേച്ചർ സോണിലാണ്. സൗത്ത് ഇന്ത്യൻ സംസ്കാരത്തെയും അവിടെ നിന്നുള്ള കഥാപാത്രങ്ങളെയും സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന ഇന്റർനെറ്റും കാര്യങ്ങളും വരുന്നതിന് മുന്നേയുള്ള ബോളിവുഡിന്റെ സ്വഭാവം ഒരു പരിധിവരെ അവരുടെ ലിമിറ്റേഷനുകൾ കൊണ്ടാണെന്ന് വിചാരിക്കാം. കുറച്ചു കാലം മുന്നേയുള്ള നമ്മുടെ മലയാളം സിനിമകളിൽ പോലും പഞ്ചാബികളെയും എന്തിനും തമിഴന്മാരെ വരെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഒരു ജനതയെ മിസ്റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി അവർ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. ഇന്ന് പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള കഥാപാത്രങ്ങളുള്ള കഥകളാണ് സിനിമകളായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിന് അപ്പുറത്തേക്കുള്ളവരും കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ നാടിനെയും സിനിമയിൽ വളരെ ഒതന്റിക് ആയിട്ട് കാണിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം മലയാളത്തിൽ ഈ വർഷം ഇറങ്ങിയ എമ്പുരാൻ എന്ന സിനിമ നോക്കുകയാണെങ്കിൽ അതിലെ ഇത്തവണത്തെ പ്രധാന കഥാപാത്രങ്ങൾ പലതും നോർത്ത് ഇന്ത്യൻ കഥാപാത്രങ്ങളാണ്. അതിനുവേണ്ടി പൃഥ്വിരാജ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിവ് തെളിയിച്ചിട്ടുള്ള ആ ലാൻഡ്സ്കേപ്പിൽ നിന്നുള്ള നടന്മാരെയും നടിമാരെയും തന്നെയാണ്. പ്രേമം എന്ന സിനിമയിൽ മലർമിസ് ഒരു തമിഴ് പശ്ചാത്തലമുള്ള വ്യക്തിയായിരുന്നു. അതിനാൽ തന്നെ അൽഫോൺസ് പുത്രൻ സായ് പല്ലവിയെയാണ് അവിടെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫാമിലി മാൻ എന്ന സീരീസ് നോക്കുകയാണെങ്കിൽ അതിന്റെ സീസൺ 1 മലയാളി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് നീരജ് മാധവും ദിനേശ് പ്രഭാകറും സെറിൻ ഷിഹാബും ഒക്കെയാണ്. അതിന്റെ 2ാം സീസണിൽ കഥ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ രവീന്ദ്ര വിജയും ദേവദർശിനിയും ഒക്കെയാണ് തമിഴ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആ സീസണിൽ സമാന്തയുടെ കഥാപാത്രം സംസാരിക്കുന്നത് ശ്രീലങ്കൻ തമിഴ് ആകണം എന്നതും അവർ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത സോണി ലിവിൽ വന്ന ദ ഹണ്ട് രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് എന്ന സീരീസിൽ നല്ല രീതിയിലാണ് അവർ കാസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. സാഹിൽ വെയ്ദ് എന്ന നടൻ ഈ സീരീസിൽ അമിത് വർമ്മ എന്നൊരു ഉദ്യോഗസ്ഥന്റെ റോളാണ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ഹിന്ദി സിനിമകളിലും മറ്റും അഭിനയിക്കുന്ന സാഹിൽ വളരെ അനായാസം ഹിന്ദിയിൽ നിന്നും തമിഴിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം തമിഴ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കുഴപ്പവും തോന്നുകയില്ല. ഞാൻ അതിനെപ്പറ്റി കുറച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം ചെറുപ്പത്തിൽ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാഷ നല്ല രീതിയിൽ വഴങ്ങും. ഒരു നടന്റെ പ്രത്യേകതകളും കഴിവുകളും മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ കാസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമായിരുന്നു ആ സീരീസിൽ പുള്ളിയുടെ കാസ്റ്റിംഗ്. ഇനിയിപ്പോൾ പരം സുന്ദരി എന്ന് പറയുന്ന ഈ പുതിയ സിനിമയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഥയിൽ വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ട് സ്റ്റാർ പവറിന്റെ പുറകെ ഇതുണ്ടാക്കിയവർ പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഈ സിനിമയുടെ ട്രെയിലറിന്റെ അവസാനം മലയാളിയായ സുന്ദരി നോർത്ത് ഇന്ത്യക്കാരായ നായകനോടും നായകന്റെ സുഹൃത്തിനോടും അവരുടെ സൗത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള അറിവില്ലായ്മയെക്കുറിച്ച് അലറുന്നുണ്ട്. തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള ഈ സീൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഈ പടം ഉണ്ടാക്കാൻ നോക്കുന്നവർ ഇപ്പോഴും സൗത്ത് ഇന്ത്യയെപ്പറ്റി കാര്യമായി ധാരണയില്ലാത്ത
നോർത്തിലുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള ലെവലിൽ മാത്രമേ ഈ സിനിമയ്ക്ക് വേണ്ടി മെനക്കെട്ടിട്ടുള്ളൂ എന്ന്. പൊതുവേ ഒരുവിധം എല്ലാ ഇൻഡസ്ട്രികളിലും എഴുത്തുകാരോട് വലിയ മതിപ്പുണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കാര്യത്തിലും കൾച്ചറൽ ഒതൻറ്റിസിറ്റി നോക്കാൻ വേണ്ടി ഒരു മലയാളിയായ രചയിതാവിനെ കൂടെ കൂട്ടാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. ബൈ ദ ബൈ, ആ ട്രെയിലറിന്റെ അവസാനം മലയാളിയായ നായിക ദേഷ്യം പിടിച്ച് അലറുന്നത് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പലരും പറയുന്നത് കേട്ടു. ബ്ലഡി നോർത്ത് ഇന്ത്യൻസ്, ഇഗ്നറന്റ്, ഇല്ലിറ്ററേറ്റ്, ആരഗന്റ്, എൻടൈറ്റിൽഡ്, യു ബ്ലഡി തേങ്ങ. ഇതാണ് പുള്ളിക്കാരി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞ 5 പൈസയുടെ ആത്മാർത്ഥതയില്ലാതെ ആത്മവിമർശനം നടത്തിയതാണ് നമ്മൾ ആ കണ്ടത്. 2021 കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ഡിജിറ്റൽ വിങ് ആയിട്ടുള്ള ധർമാറ്റിക് മീനാക്ഷി സുന്ദരേശ്വർ എന്ന് പറഞ്ഞൊരു സിനിമ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഒരുക്കിയിരുന്നു. പൊതുവെ ആരും അങ്ങനെ ശ്രദ്ധിക്കാഞ്ഞ ഒരു സിനിമ ആയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പരം സുന്ദരിക്ക് കൊടുക്കുന്ന റോസ്റ്റ് ട്രീറ്റ്മെന്റ് ആ പടത്തിന് കിട്ടാതെ പോയത്. അതും ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പുകളെ ആഘോഷിച്ചൊരു പടമായിരുന്നു. സൗത്ത് ഇന്ത്യക്കാരെ കുറിച്ച് നോർത്ത് ഇന്ത്യക്കാർ എടുത്ത ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതെല്ലാം നോർത്ത് ഇന്ത്യക്കാരായിരുന്നു. ആ സിനിമയിലെ സൗത്ത് ഇന്ത്യക്കാർ സംസാരിച്ചത് മുഴുവൻ ഹിന്ദിയുമായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് കണ്ടിരിക്കാൻ സാമാന്യം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പടമായിരുന്നു അത്. നിങ്ങൾ എത്രയൊക്കെ വിമർശിച്ചാലും ഞങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ കാണിക്കാനാണ് താല്പര്യമെങ്കിൽ ഞങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന ബോളിവുഡിന്റെ ആറ്റിറ്റ്യൂഡ് ശരിക്കും കാണാൻ പറ്റുന്ന പടമാണ് മീനാക്ഷി സുന്ദരേശ്വർ. ആ പടം സംവിധാനം ചെയ്തത് വിവേക് സോണിയും സഹരചയിതാവായിട്ട് ആ സിനിമയിൽ വന്നിട്ടുള്ളത് ഹർഷ് വോറയുമാണ്. ഇപ്പോൾ പരമസുന്ദരിക്കെതിരെ ഇൻഫ്ലുവൻസർമാരും കേരളത്തിലെ സിനിഫൈലുകളും സ്വല്പം കടുപ്പിച്ച് സംസാരിക്കുന്നതിന്റെ പ്രധാന കാരണം ഒരു നാട്ടിലെ സംസ്കാരം കാണിക്കുന്നതിലേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ മതി എന്ന ലെവലിലുള്ള ഇതിന്റെ അണിയറ പ്രവർത്തകരുടെ ആറ്റിറ്റ്യൂഡാണ്. കേരളം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ സ്ഥലവും ആലപ്പുഴ പോലെയാണ്. നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ട്രഡീഷണൽ ഡ്രസ്സ് മാത്രം ധരിക്കുന്നവരാണ്. കേരളത്തിലെ പെൺകുട്ടികൾക്ക് മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ മറ്റേ ഹെയർ ക്ലിപ്പ് പോലെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന എന്തോ ഒരു സാധനമാണ്. കഥകളിയും കളരിപ്പയറ്റും ഏത് മലയാളിയും എല്ലാ ദിവസവും കാണുന്നത് പോലത്തെ ഒരു കാര്യമാണ്. ഈ ഒരു സംഭവം തന്നെയാണ് എല്ലാ സിനിമയിലും ഇവർ കാണിക്കുന്നത്. ഇങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പുകൾ സിനിമകളിൽ വരുന്ന ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സ്ഥലമാണ് എഴുത്ത്. ഞാൻ ഈ പരമസുന്ദരി എന്ന് പറയുന്ന സിനിമയുടെ എഴുത്തുകാർ ആരാണെന്ന് നോക്കി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. 4 കൊല്ലം മുന്നേ ഇതുപോലത്തെ ഒരു ചെയ്ത്ത് തമിഴ്നാട്ടുകാരോട് ചെയ്ത മീനാക്ഷി സുന്ദരേശ്വറിന്റെ സഹരചയിതാവായിട്ടുള്ള ഹർഷ് വോറ ഈ പടത്തിൻ്റെയും സഹരചയിതാവാണ്. ഈ മീനാക്ഷി സുന്ദരേശ്വരം എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആ സിനിമ എഴുതിയവർക്ക് ലുങ്കിയും മുണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല. ഈ ഹർഷ് വോറയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ചെറുതായിട്ട് റിസർച്ച് നടത്തിയപ്പോൾ പുള്ളി മുംബൈയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഹോളിവുഡ് റിപ്പോർട്ടറുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ കൽഹോനഹോ ആണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, യഷ്രാജ് ഫിലിംസിൻ്റെയും ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെയും റൊമാൻറ്റിക് ക്ലാസിക്കുകളാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ അഭിമുഖത്തിൽ പുള്ളി സംസാരിക്കുന്ന സിനിമകളുടെ പേരുകൾ നോക്കിയാൽ അദ്ദേഹത്തിന് കേരളവുമായിട്ടോ മറ്റേതെങ്കിലും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടോ അവിടുത്തെ സംസ്കാരം തിരിച്ചറിയാനുള്ള തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഇല്ല എന്ന് മനസ്സിലാകും. അപ്പോൾ ഈ 2 സിനിമകളിലും നമ്മൾ കാണുന്നത് ഈ വ്യക്തി സങ്കല്പിച്ചു വെച്ചിട്ടുള്ള കേരളത്തെയോ തമിഴ്നാടിനെയോ ആണ്. ഇതിനിപ്പോൾ എന്താണ് ഒരു പരിഹാരം? ഒന്നാമത്തെ പരിഹാരം എഴുത്തുകാരെ ഹയർ ചെയ്യുക എന്നത് തന്നെയാണ്. മലയാളിയായ കഥാപാത്രത്തെ എഴുതാൻ മലയാളികൾ മാത്രമേ പാടുള്ളൂ എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായ ധാരണയില്ലാത്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അതറിയുന്ന ഒരാളുമായിട്ട് കൺസൾട്ട് ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. ഒരുപാട് മലയാളി ടെക്നീഷ്യന്മാർ ഇന്ന് ബോളിവുഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിനിമയുടെ തന്നെ നിർമ്മാതാക്കളായിട്ടുള്ള മാഡോക് ഫിലിംസിന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സ്ത്രീ 2-ലും അതിനുശേഷം വന്ന സ്കൈ ഫോഴ്സിലും പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുള്ളത് മലയാളിയായിട്ടുള്ള ജസ്റ്റിൻ വർഗീസാണ്. ജസ്റ്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഈ സിനിമയിലെ നായികയ്ക്ക് ഇട്ടിട്ടുള്ള പേര് മേക്കപ്പെട്ട സുന്ദരി ദാമോദരം പിള്ള എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജസ്റ്റിൻ അപ്പം തന്നെ അവരോട് ചോദിച്ചേനെ ഈ പറഞ്ഞതിൽ പേര് ഏതാണ് എന്ന്. കാരണം കേരളത്തിൽ പൊതുവെ സുന്ദരി ഒരു അഡ്ജക്റ്റീവ് വിശേഷണമായിട്ടാണ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ വേറൊരു നാടിനെ പറ്റിയിട്ട് സിനിമ എടുക്കാൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ നാട്ടിൽ അവസാനമായിട്ട് ഇറങ്ങി ഓടിയ 2 പോപ്പുലർ സിനിമയൊന്ന് കാണാൻ നോക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ പെൺകുട്ടികൾ മുല്ലപ്പൂവും സെറ്റ് സാരിയും അല്ലാത്ത ഫാഷനും ഫോളോ ചെയ്യും എന്നൊരു ധാരണയൊക്കെ അങ്ങനെ ഓരോന്ന് ചെയ്താൽ കിട്ടും. രണ്ടാമത്തേത് കാസ്റ്റിംഗ്. ജാൻവി കപൂറിനെ കണ്ടാലും അവർ പറയുന്നത് കേട്ടാലും ഒരു മലയാളിയാണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർ ജീവിതത്തിൽ മലയാളികളെ കണ്ടിട്ടില്ല എന്നേ പറയാൻ പറ്റൂ. നായകനെയും നായികയെയും ഫിക്സ് ചെയ്ത ശേഷം തിരക്കഥയിലേക്ക് അവരെ കുത്തിക്കയറ്റിയതുപോലെയാണ് ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. നീരജ് മാധവ് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാമിലി മാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സംവിധായകരായിട്ടുള്ള രാജും DKയും മലയാളം ഡയലോഗുകൾ വരുമ്പോൾ നീരജുമായിട്ട് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്ന്. ഭാഷ അറിയുന്ന ഒരാളോട് അത് ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ ഗുണം നമ്മൾ ആ സീരീസിൽ മലയാളം ഭാഗങ്ങൾ വരുമ്പോൾ കണ്ടാൽ മനസ്സിലാകും. പരം സുന്ദരിയിലേക്ക് അവർക്ക് മലയാളിയായ ഹിന്ദി പറയാൻ അറിയുന്ന ഒരു നായികയെ കാസ്റ്റ് ചെയ്യാമായിരുന്നു. കാണുന്ന പ്രേക്ഷകർക്ക് പുതുമ കിട്ടും. സംസാരിക്കുന്ന മലയാളം എല്ലാവർക്കും തൃപ്തി തരുന്നതായിട്ട് മാറും. പിന്നെ നീരജ് ചെയ്തതുപോലെ പാളിപ്പോകുന്ന മലയാളം ഡയലോഗുകൾ, ഇതിലെ മണ്ണുണ്ണി പോലത്തെ സാധനങ്ങൾ നമ്മൾ അങ്ങനെ പറയാറില്ല എന്ന കാര്യം ആ നടി ഒരുപക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേനെ.
അതുപോലെ മോഹൻലാലിനെ മോഹൻലാൽ എന്ന് തന്നെ പറയും, അല്ലാതെ മോഹൻലാൽ എന്നല്ല. പിന്നെ അവസാനം പറഞ്ഞ ഡയലോഗിൽ തെലുങ്കിൽ അല്ലു അർജുൻ, കന്നഡയിൽ യഷ്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ കോവിഡ് കഴിഞ്ഞിട്ടാണ് ബാക്കി ഭാഷയിലുള്ള സിനിമകൾ കാണാൻ തുടങ്ങിയത് എന്ന് ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ? താരപുത്രന്മാരെയും പുത്രിമാരെയും മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ. അതിപ്പോൾ അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നാട്ടിലുള്ള കഥാപാത്രമായിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യൂ എന്ന് നിർബന്ധമാണെങ്കിൽ AI ഉപയോഗിച്ചിട്ടുള്ള ഡബ്ബിംഗ് പരിപാടിയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നത് നല്ലതാണ്. ഈ അടുത്ത് വേട്ടയാനിൽ അമിതാഭ് ബച്ചനും വാർ 2ന്റെ തെലുങ്കിൽ ഋത്തിക് റോഷനും ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് അമിതാഭ് ബച്ചന് വേണ്ടി പ്രകാശ് രാജ് ഡബ്ബ് ചെയ്യുന്നു, എന്നിട്ട് പ്രകാശ് രാജിന്റെ ശബ്ദം AI ഉപയോഗിച്ചിട്ട് അമിതാഭ് ബച്ചൻ്റെതാക്കുന്നു. ഋത്തിക് റോഷനും ആ രീതിയിൽ തെലുങ്ക് സംസാരിച്ചിരുന്നു. ഈ പരിപാടി ചെയ്താൽ മേക്കപ്പ് ഇട്ടതും ഉണ്ണികൃഷ്ണനും ഒക്കെ തിരുത്താൻ പറ്റും. പക്ഷേ ഒരു നാടിൻ്റെ സംസ്കാരം മനസ്സിലാക്കണമെങ്കിൽ അങ്ങോട്ട് വന്ന് മെനക്കെട്ട് കാര്യങ്ങൾ അറിയുക തന്നെ വേണം. ബോട്ടം ലൈൻ എന്ന് പറയുന്നത് നല്ല എഴുത്തുകാരെ തിരഞ്ഞെടുക്കുക, അവർക്ക് പൈസ കൊടുക്കുക, അവർക്ക് എഴുതാനുള്ള സാഹചര്യം ഒരുക്കുക. കാരണം എഴുത്താണ് സിനിമയുടെ അടിത്തറ. നായികയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവർമാരുടെ എണ്ണമൊക്കെ ഈ അടിത്തറയുടെ മുകളിലേ വരും. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് കമൻറ്റിൽ പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു. താങ്ക്